കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു കഥ പറയാൻ പോവാണേ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുന്ന തരത്തിലുള്ളൊരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും എന്നോടൊപ്പം വന്നിരുന്ന് കഥ കേൾക്കാൻ തയ്യാറാണോ? എല്ലാവരും പോന്നോളൂ, ഞാൻ നല്ല ഒരു കഥ പറഞ്ഞു തരാം. എൻ്റെ പ്രിയ കൂട്ടുകാരനായ ബാലുവിൻ്റെ കഥ കേട്ടോ ഞാനീ പറയുന്നേ. എൻ്റെ തറവാട്ടിലെ ആനക്കോട്ടയുണ്ട് കേട്ടോ. അവിടെ ഒത്തിരി ആനകളുണ്ട്. അവരെ എല്ലാവരെയും എല്ലാ വർഷവും മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും അങ്ങനെ ഈ വർഷവും എൻ്റെ തറവാട്ടിലെ ആനകളെ മത്സരിപ്പിച്ചു. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ബാലു, അവൻ എന്നും എന്നെ കാണാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. എന്നോടൊപ്പം ചേർന്ന് നിൽക്കാനും എന്നെ കാണാൻ അവൻ കൊതിച്ചിരിക്കുമായിരുന്നു. ആരും കാണാതെ അവൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു ദിവസമെങ്കിലും കൃഷ്ണൻ്റെ അടുത്ത് പോകണമെന്ന്, കൃഷ്ണനെ നേരിട്ട് കാണണമെന്ന്. ഞാൻ അവൻ്റെ ആ പ്രാർത്ഥന എന്നും കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി കേട്ടോ. അന്നത്തെ ആനയോട്ട മത്സരത്തിൽ ബാലു ഒന്നാമനായി എത്തി. അവൻ ഒന്നാമനായി എത്തി നേരെ എന്നെ കാണാനായി എൻ്റെ അരികിലേക്ക് ഓടി വന്നു. എനിക്ക് എന്തിഷ്ടമായെന്നറിയാവോ? അന്നേ ദിവസം ഞാൻ വളരെ സന്തോഷത്തോടെ അവൻ്റെ മേലിൽ കയറി പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് ഞാനാണെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്ന താമരപ്പൂവ് ആരും കാണാതെ അവന് കൊടുത്തു. അവനത് വലിയ ഇഷ്ടമായി. എന്നോടവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, കൃഷ്ണ, നിന്നെ എനിക്ക് കാണാൻ പറ്റി. നീ നിൻ്റെ കയ്യിലിരുന്ന താമരപ്പൂ നൽകിയില്ലേ, നിൻ്റെ ഹൃദയമാ കണ്ണാ നീ എനിക്ക് തന്നത്. നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉറ്റ തോഴനാ. നീ ഇല്ലാതെ എനിക്കിനി ഒരു നിമിഷവും ജീവിക്കാൻ വയ്യ. നീ എൻ്റെ ആഗ്രഹം സാധിച്ചു കണ്ണാ. നിന്നോട് എനിക്ക് എത്ര തീർത്താലും കടപ്പാട് തീരില്ല കണ്ണാ എന്ന് ബാലു എന്നോട് ആരും കാണാതെ സംസാരിച്ചേട്ടോ. ഇത് ഞാനും ബാലുവും തമ്മിലുള്ള സംസാരമാണ്, ആരും കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ കൊടുത്ത താമരപ്പൂ എല്ലാവരും കണ്ടു കേട്ടോ. എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ എല്ലാവർക്കും എല്ലാം കൊടുക്കും, പക്ഷേ ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കാതെയൊന്നുമില്ല കേട്ടോ. എല്ലാവരും പോകുന്നോളൂ. എല്ലാവർക്കും എന്നെക്കൊണ്ടാകുന്നത് പോലെ ഞാൻ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ആരും അതറിയുന്നില്ലെന്നേ ഉള്ളൂ. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും വരണം കേട്ടോ എന്നെ കാണാൻ. എൻ്റെ കഥ ഇഷ്ടമായോ? ഇനിയും ഞാൻ വരുന്നുണ്ട് കേട്ടോ നിങ്ങളോട് കഥ പറയാൻ. എല്ലാവരും കേൾക്കണം കേട്ടോ. കൃഷ്ണനും രാധയും നിറഞ്ഞ ചാനലിലെ ഈ കഥ കേൾക്കാൻ എല്ലാവരും വരില്ലേ? എല്ലാവരും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എല്ലാവരും പോന്നോളൂ എൻ്റെ കഥ കേൾക്കാൻ. എല്ലാവർക്കും സന്തോഷമായില്ലേ? അപ്പം ഞാൻ പോട്ടെ, നാളെ വരാം കേട്ടോ.